നമസ്കാരം. ഒരു ചെറിയ വിമാനയാത്രയോടെ നമ്മുടെ ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. Good evening, ladies and gentlemen. This is your captain speaking. Check your windows. Is this Dubai or what? Nah, it's better. Welcome to the high-tech city of Hyderabad, where coding is the second language. വിമാനയാത്ര കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും പിടികിട്ടി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഹൈദരാബാദ് ആണെന്ന് പൈലറ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഹൈദരാബാദിന് മുകളിൽ കൂടെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചിത്രമാണ്, ഒരു വീഡിയോയാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. എന്താണ് ആ മാറ്റത്തിന്റെ കാരണമെന്നും അതിനകത്ത് പറഞ്ഞിരുന്നു. ദി ഔട്ടർ റിംഗ് റോഡ്സ് ഇമ്പാക്ട് transcends the realm of housing. It has played a pivotal role in improving Hyderabad's economic environment by creating accessible corridors for business. ഒരു നഗരത്തിൽ, ഒരു ജില്ലയിൽ, ഒരു സംസ്ഥാനത്ത് എങ്ങനെ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു നല്ല കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിനെ പഠിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: The Hyderabad outer ring road has attracted many developers to invest in large scale projects, resulting in a boom in commercial and residential development. ഒരു നഗരത്തിൽ വരുത്താവുന്ന മാറ്റം എന്താണെന്ന് ആകാശ ദൃശ്യത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പൈലറ്റിന് പോലും ദുബായിയോട് ഒരു താരതമ്യം പറയുവാനാണ് ആദ്യം തോന്നിയത്. ഇത് ദുബായ് അല്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നേരത്തെയുള്ള ആന്ധ്രയുടെ തലസ്ഥാനം, ഇപ്പോഴത്തെ തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ്. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചതെന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. മാറ്റം സംഭവിച്ചതല്ല, ഈ വിവരം നമ്മുടെ മുമ്പിൽ എത്തുവാൻ ഒരു കാരണമുണ്ട്. ഇന്നലെ സെയിലിംഗ് കമ്മിറ്റി ഒരു ചലഞ്ച് മുന്നോട്ട് വെച്ചിരുന്നു. ഭാവിയല്ല, 10,000 കോടി ഞങ്ങൾ 4 വർഷത്തിനകം നടപ്പിലാക്കും എന്നല്ല പറയേണ്ടത്. നിങ്ങളുടെ കഴിഞ്ഞ വർഷം, അതിന്റെ മുൻ വർഷം എന്തായിരുന്നു എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടതെന്നായിരുന്നു സെയിലിംഗ് കമന്ററി ഇന്നലെ മുന്നോട്ട് വെച്ചത്. സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ ഹൈദരാബാദിൽ നിന്നും ഈ വീഡിയോ അയച്ചതിനൊപ്പം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തി. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് ആ അർത്ഥത്തിൽ മുഴുവൻ, എനിക്ക് അദ്ദേഹത്തെ അറിയാം, കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഡെപ്തുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെന്ന് ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഉദ്യോഗസ്ഥർ നമ്മുടെ സിവിൽ സർവീസിലും സമൂഹത്തിലും ഉണ്ടോ എന്നൊരു നിമിഷം അതിന് ഏറ്റവും പറ്റിയ വളരെ ലളിതമായ ഒരു 3 ഇൻസിഡന്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലോട്ട് വരാം. തനി തിരുവനന്തപുരംകാരനായ ശ്രീ ജി അശോക് കുമാർ തലസ്ഥാനത്തെ സെയിന്റ് ജോസഫ് സ്കൂളിൽ, ആർട്സ് കോളേജിൽ CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം പഠിച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അത് കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസിൽ IAS എത്തുന്നത്. ഒരു IAS ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീ അശോക് കുമാർ. എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രാഷ്ട്രീയമാണ് നമ്മുടെ ഉദ്യോഗസ്ഥരെ വിലങ്ങിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ കഴിവുള്ള ഉദ്യോഗസ്ഥർ കേരള കേഡറിലും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് അശോക് കുമാറിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിൽ 3 സ്ഥാപനങ്ങളല്ല 3 സ്ഥലങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഒന്ന്, as a token of their appreciation, this lake near Janagampet is now named as Ashok Sagar and is a local tourist attraction. ഒരു തടാകത്തിന് ഒരു IAS ഉദ്യോഗസ്ഥന്റെ പേര് നൽകിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ടോ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? ഒരു IAS ഉദ്യോഗസ്ഥന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടോ? ഒന്നുകിൽ അങ്ങനെ ഒരു പേര് നൽകാനും മാത്രമുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്
അദ്ദേഹത്തിനോ അവർക്കോ കൊടുത്തിട്ടില്ല. പറിച്ചു നടപ്പെട്ട ഒരു മലമുകളിലായിരുന്ന ഒരു ഗ്രാമത്തെയും ഗ്രാമവാസികളെയും താഴോട്ട് കൊണ്ടുവന്ന് YSR റെഡ്ഡിയുടെ കാലത്തായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയ പറിച്ചു നടപ്പെട്ട ഒരു ഗ്രാമത്തിന് അശോക് നഗർ എന്ന് YSR റെഡ്ഡി തന്നെയാണ് പേര് നൽകിയത്. ഓരോ വില്ലേജിന്റെ പേര് അശോക് നഗർ എന്ന് നൽകി. അത് കണ്ടപ്പോൾ കടപ്പ ജില്ലയിലെ ജനങ്ങൾ അവരുടെ ഹൗസിംഗ് കോളനിക്ക് അശോക് നഗർ എന്ന പേര് നൽകി. ഇത് വളരെ കേരളത്തിലെ സിവിൽ സർവീസ് സമൂഹത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ വളരെയധികം അപൂർവതകളുള്ള ഒരു വ്യക്തിയാണ് ശ്രീ G. അശോക് കുമാർ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വായിച്ചിട്ട് എനിക്ക് വായിച്ചു തീരുന്നില്ല അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. പിന്നെ ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടു, സംസാരിച്ചു. അദ്ദേഹം ഒരു ഗുണപാഠം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഇവിടെ കുറെ കാലം വേണ്ടി നമ്മൾ ഈ ഔട്ടർ റിംഗ് റോഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. കേന്ദ്രം ഒന്ന് പറയും, സംസ്ഥാനം വേറൊന്ന് പറയും. എന്തായാലും ഒരു കല്ലോ ഒരു പുല്ലോ അവിടെ അനങ്ങിയിട്ടില്ല. ഇത് 2004 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 2004 a visionary PowerPoint presentation made in 2004 on the proposed outer ring road in Hyderabad. അങ്ങനെ ഒരു ഔട്ടർ റിംഗ് റോഡ് ചെറുപ്പക്കാരുണ്ട്. 20 വർഷം മുമ്പ് ശ്രീ അശോക് കുമാർ നടത്തിയ PowerPoint പ്രസന്റേഷൻ, അതാണ് ഇന്ന് പൈലറ്റ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന രൂപമാറ്റം, അജഗജാന്തരം. ഒരു റിംഗ് റോഡ് വന്നപ്പോൾ 158-162 കിലോമീറ്റർ വരുന്ന ഒരു റിംഗ് റോഡ് ഹൈദരാബാദിനെ എങ്ങനെ വളർത്തി, എങ്ങനെ മാറ്റി. ഹൈദരാബാദിന് പോർട്ടൊന്നുമില്ല, ലാൻഡ് ലോക്ക്ഡ് ആണ്, കടൽ പോലുമില്ല. തിരുവനന്തപുരത്ത് ഒരു റിംഗ് റോഡ് വരുമെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന മാറ്റം? അത് പറയുവാനാണ് ആ സുഹൃത്ത് വീഡിയോയും ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലും എനിക്ക് അയച്ചു തന്നത്. പ്രൊഫൈൽ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയും സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥരുണ്ടോ? ഒരു പക്ഷേ കേരളത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പേര് ഡോക്ടർ ബാബു പോൾ നടത്തിയ ചില പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞ് ശ്രീ അൽഫോൺസ് കണ്ണന്താനവും ഇതുപോലുള്ള ചില ജനകീയ പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരത്ത് ശ്രീ ബിജു പ്രഭാകർ നടത്തിയ ഒരു ഇന്റർവെൻഷൻ, പക്ഷെ അദ്ദേഹത്തെ കെട്ടിപ്പറക്കി ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് തൂത്തെറിഞ്ഞു. അതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നൽകിയാൽ അവരെന്ത് ചെയ്യുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ശ്രീ അശോക് കുമാർ നമുക്ക് കാണിച്ചു തരുന്നത്. കളക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഔട്ടർ റിംഗ് റോഡ് വരികയും അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കുകയും വ്യവസായങ്ങൾ കൊണ്ടുവരികയും ബിസിനസ്, IT തുടങ്ങിയതും മാത്രമല്ല അശോക് കുമാറിനെ വേറിട്ട് നിർത്തുന്നത്. 2 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈലിൽ എനിക്ക് വളരെ ആകർഷിക്കപ്പെട്ട 2 കാര്യങ്ങൾ. പ്ലാന്റിംഗ് 2 lakh trees in a single day, rejuvenation of lake and water bodies by Huda. എത്രയാണ്? 2 ലക്ഷം വൃക്ഷ തൈകൾ ഒറ്റ ദിവസം അദ്ദേഹം നട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി. വിശദാംശങ്ങൾ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് the successful implementation of over 1.2 lakh individual sanitary latrines in Nizamabad district in the year 2002. വസ്തുതയിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമം, പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, അദ്ദേഹത്തിന് റെയിൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് പേര് പോലും കൊടുത്തിട്ടുണ്ട്. അശോക് നഗർ, അശോക് സാഗർ, റെയിൻ മാൻ ഓഫ് ഇന്ത്യ. വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വൈകാതെ സെയിലിംഗ് കമന്ററി ശ്രീ അശോക് കുമാറിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. ഈ 10 മിനിറ്റിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന ഔദ്യോഗിക ജീവിതം. എന്തായാലും അദ്ദേഹം കുറച്ചു നേരത്തെ പരിചയപ്പെടലിനിടയിൽ തിരുവനന്തപുരം രക്ഷപ്പെടാതിരിക്കുവാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ ഔദ്യോഗിക തലത്തിലുള്ള ഒരു ലീഡർഷിപ്പിന്റെയോ അഭാവം അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. 2004 അദ്ദേഹം തുടക്കമിട്ട ഔട്ടർ റിംഗ് റോഡ് ഹൈദരാബാദ് 162 kilometer 10 lane outer ring road, one conceived and started in 2004, laid the foundation for this growth. ഇന്നത്തെ ഹൈദരാബാദ് എന്ന് പറഞ്ഞ ആഗോള നിക്ഷേപം വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരുപക്ഷെ ബാംഗ്ലൂർ, ചെന്നൈ, അതിനേക്കാളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഹൈദരാബാദ്, അതിനെ ഡ്രൈവ് ചെയ്തത് 162 കിലോമീറ്റർ 10 ലൈൻ ഔട്ടർ റിംഗ് റോഡാണ്.
നമുക്കൊരു 4 വരി തന്നെ ഇവിടെ കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാങ്ങില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തോടും സർക്കാരിനോടും അദ്ദേഹത്തിന്റെ അവസാന വരി ഉപദേശമുണ്ട്. Someone in power has to think big in തിരുവനന്തപുരം. അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു ചിന്ത, വലിയ തോതിലുള്ള ഒരു സ്വപ്നം, വലിയ തോതിലുള്ള ഒരു ഇച്ഛാശക്തി തിരുവനന്തപുരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വളരെ വേഗത്തിൽ ഈ നഗരത്തിന് ഹൈദരാബാദിനപ്പുറമുള്ള ഒരു നഗരമായി വളരാൻ കഴിയും. നമ്മുടെ തുറമുഖത്തിന്റെ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് പോകുന്നതോടുകൂടി ഹൈദരാബാദിനപ്പുറമുള്ള ഒരു വളർച്ചയിലേക്ക് നമുക്ക് കുതിക്കാൻ പറ്റും എന്നുള്ളത് ഒന്നുകൂടി ഈ വിമാന ചിത്രം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കാം. വലിയ അന്തരീക്ഷത്തിലോട്ടും വലിയ മാനത്തിലേക്കും നമുക്ക് ആ സ്വപ്നത്തെ കടത്തിവിടാം. Good evening, ladies and gentlemen. This is your captain speaking. Check your windows. Is this Dubai or what? Nah, it's better. Welcome to the high-tech city of Hyderabad, where coding is the second language. To all the software engineers and professionals on board, if you're stuck on a late-night call, just hit mute, grab a coffee, and let your manager think you're still coding. Sorry folks, we've been delayed by 15 minutes because my co-pilot, Mr. Anvesh Patel, was too busy recording a video of this view and not helping me land safely. Welcome to Hyderabad. Enjoy the Irani chai and Osmania biscuits. Thank you.